നമഃശിവായ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അമ്മയുടെ സന്ദേശം. ആധ്യാത്മിക ഗുരുക്കന്മാർ പലപ്പോഴും ഹൃദയത്തിനു ബുദ്ധിയേക്കാൾ പ്രാധാന്യം നൽകുന്നത് കാണാം. പക്ഷേ ബുദ്ധിയില്ലാതെ എങ്ങനെ കാര്യങ്ങൾ ചെയ്യുവാൻ സാധിക്കും എന്നു ചില മക്കൾ ചോദിക്കാറുണ്ട്. ബുദ്ധി വേണ്ട എന്ന് പറയുന്നില്ല, ബുദ്ധി ആവശ്യമാണ്. ബുദ്ധിയും ഹൃദയവും വാസ്തവത്തിൽ രണ്ടല്ല. വിവേക ബുദ്ധിയെ തന്നെയാണ് ഹൃദയമെന്ന് പറയുന്നത്. വിവേക ബുദ്ധി ഉണ്ടെങ്കിൽ വിശാലത താനേ വരും. വിശാലതയിൽ നിന്ന് നിഷ്കളങ്കതയും വിട്ടുവീഴ്ചാ മനോഭാവവും വിനയവും പരസ്പര സഹകരണവും ഉണ്ടാകും. എന്നാൽ ഇന്ന് നല്ലതു ചെയ്യേണ്ട സമയങ്ങളിൽ പലപ്പോഴും ശരിയായ ബുദ്ധി നമ്മളിൽ പ്രവർത്തിക്കാറില്ല. സ്വാർത്ഥതയും അഹങ്കാരവുമാണ് അപ്പോഴും മുന്നിൽ നിൽക്കുന്നത്. ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങൾക്കും കാരണമാകുന്നത് ഈ അഹങ്കാര ബുദ്ധിയാണ്. അഹങ്കാര ബുദ്ധി വളരുമ്പോൾ വിശാലതയും വിട്ടുവീഴ്ചയും നമ്മളിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. ആധ്യാത്മിക ജീവിതത്തിലായാലും ലൗകികത്തിലായാലും വിശാലതയും വിട്ടുവീഴ്ചയും ഇല്ലാതെ പറ്റില്ല. ഒരു വ്യക്തി വീട്ടിലൊരു നിയമം വെക്കുകയാണ്. എൻ്റെ ഭാര്യ ഇന്ന രീതിയിൽ ജീവിക്കണം, ഇന്ന രീതിയിൽ വേണം സംസാരിക്കാൻ, ഇന്ന രീതിയിൽ വേണം പെരുമാറുവാൻ, കാരണം അവൾ എൻ്റെ ഭാര്യയാണ്. ഈ ചിട്ടകൾ അനുസരിച്ച് ഭാര്യ ജീവിക്കണം എന്ന് നിർബന്ധിച്ചാൽ വീട്ടിൽ ശാന്തി ഉണ്ടാകുമോ? ഇല്ല. അയാൾ ഓഫീസിൽ നിന്ന് വീട്ടിൽ വന്നാൽ ഭാര്യയോടും കുട്ടികളോടും ഒരു വാക്കും ഉരിയാടില്ല. ഓഫീസറുടെ ഭാവത്തിൽ തന്നെ മുറിയിൽ ചെന്നിരുന്ന് ഓഫീസ് കാര്യങ്ങൾ നോക്കുകയാണെങ്കിൽ വീട്ടിലുള്ളവർക്ക് അതിഷ്ടമാകില്ല. ഇതെൻ്റെ രീതിയാണെന്ന് പറഞ്ഞാൽ അവർക്ക് അത് ഉൾക്കൊള്ളുവാൻ സാധിക്കില്ല. വീട്ടിൽ ശാന്തിയും ഉണ്ടാകില്ല. അതേസമയം വീട്ടിലെത്തി ഭാര്യയോട് കുശലങ്ങൾ ചോദിക്കുകയും കുട്ടികളോടൊത്ത് അല്പസമയം ചെലവഴിക്കുകയും ചെയ്ത് ഈ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുമ്പോൾ എല്ലാവർക്കും സന്തോഷമാകും. കുടുംബത്തിൽ ശാന്തി നിറയും. കുറ്റങ്ങളും കുറവുകളും പരസ്പരം ക്ഷമിച്ചും സഹിച്ചും നീങ്ങിയാൽ വീട്ടിൽ ശാന്തിയും സന്തോഷവും കളിയാടും. ഈ ഒരു ഭാവമാണ് ഹൃദയം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത്. ഒരു കൊച്ചു കുഞ്ഞ് എങ്ങനെ പെരുമാറണമെന്ന് ഒരു നിയമാവലി വെച്ചാൽ അത് പ്രായോഗികമാകില്ല. നമ്മുടെ ഇഷ്ടത്തിന് കുഞ്ഞു നിൽക്കില്ല. അവന് നിർബന്ധ ബുദ്ധിയുണ്ട്. കുഞ്ഞിനോടുള്ള വാത്സല്യം കാരണം അവൻ്റെ നിർബന്ധ ബുദ്ധിയും തെറ്റുകളും അച്ഛനമ്മമാർ ക്ഷമിച്ച് അവനെ വേണ്ടവണ്ണം വളർത്തുന്നു. അവിടെ ബുദ്ധിയെ കവിഞ്ഞും ഹൃദയത്തിനല്ലേ സ്ഥാനം. അത് കാരണം കുട്ടിയോടൊത്തുള്ള ഓരോ നിമിഷവും നമുക്ക് സന്തോഷം നുകരാൻ കഴിയുന്നു. കുട്ടിയെയും സന്തോഷിപ്പിക്കുവാൻ പറ്റുന്നു. ഹൃദയം പങ്കിടുമ്പോൾ മാത്രമാണ് കുടുംബത്തിൽ സന്തോഷത്തോടെ കഴിയാൻ സാധിക്കുന്നത്. ഹൃദയത്തിൻ്റെ സ്ഥാനം ബുദ്ധി കൈയടക്കിയാൽ നമുക്ക് ആനന്ദം നുകരാൻ കഴിയില്ല. കമ്പോളത്തിൽ ബുദ്ധി ഉപയോഗിക്കാം, ഓഫീസിൽ ബുദ്ധി ഉപയോഗിച്ച് നീങ്ങാം. അവിടെ നിയമാവലി വയ്ക്കാം. ഓഫീസർ എങ്ങനെ ആയിരിക്കണം, ക്ലർക്ക് എങ്ങനെ ആയിരിക്കണം, പ്യൂൺ എങ്ങനെ ആയിരിക്കണം എന്നതെല്ലാം ബുദ്ധി ഉപയോഗിച്ച് നിശ്ചയിക്കാം. പക്ഷെ അത് കുടുംബത്തിൽ പ്രായോഗികമല്ല. ഓഫീസിലാണെങ്കിൽ തന്നെയും കുറേയൊക്കെ വിട്ടുവീഴ്ചയില്ലാതെ പറ്റില്ല. അങ്ങനെ ചെയ്യാതിരുന്നാൽ അശാന്തി മാത്രമായിരിക്കും ഫലം. ജീവിതത്തിൽ ഹൃദയത്തിന് സ്ഥാനം കൊടുക്കുമ്പോൾ വിട്ടുവീഴ്ചയ്ക്കുള്ള ഒരു മനോഭാവം നമ്മിൽ ഉണ്ടാകുന്നു. ഇന്ന് നമ്മുടെ ബുദ്ധി സ്വാർത്ഥതയിൽ മാത്രം ഒതുങ്ങുന്നു. വിവേകത്തോടെ നല്ല ബുദ്ധി പ്രവർത്തിക്കുന്നത്, വിവേകത്തോടെ അല്ല നമ്മുടെ ബുദ്ധി പ്രവർത്തിക്കുന്നത്. അതിൻ്റെ കുറവാണ് ഇന്ന് പലരുടെയും ജീവിതത്തിൽ കാണുന്നത്. വിട്ടുവീഴ്ച കൂടാതെ സമൂഹത്തിന് മുൻപോട്ട് പോകുക പ്രയാസമാണ്. വിട്ടുവീഴ്ച ഒരുവനെ ശാന്തിയിലേക്ക് നയിക്കുന്നു. തുരുമ്പ് പിടിച്ച് ഉപയോഗശൂന്യമായി കിടക്കുന്ന മെഷീന് ഗ്രീസ് നൽകി ഉപയോഗയോഗ്യമാക്കുന്നത് പോലെ നമ്മുടെ ജീവിതത്തിൻ്റെ സുഗമമായ യാത്രയ്ക്ക് വിട്ടുവീഴ്ചയും വിനയവും കൂടാതെ പറ്റില്ല. പക്ഷേ ഹൃദയത്തിൻ്റെ ഭാവം വളർത്തിയാലേ വിട്ടുവീഴ്ചയും വിനയവും ഉണ്ടാകുകയുള്ളൂ. ബുദ്ധി പ്രയോഗിക്കേണ്ട സ്ഥാനങ്ങളുണ്ട്. അവിടെ മാത്രമേ ബുദ്ധി കൊണ്ട് വരുവാൻ പാടുള്ളൂ. ഹൃദയത്തിന് സ്ഥാനം കൊടുക്കേണ്ടിടത്ത് ഹൃദയത്തിന് സ്ഥാനം കൊടുക്കുക തന്നെ വേണം. ജീവിതത്തിൽ ഹൃദയത്തിന് സ്ഥാനം കൊടുക്കുന്നതിലൂടെ നമ്മിൽ വിനയവും സഹകരണ മനോഭാവവും വളരുന്നു.
അവിടെ ശാന്തിയും സമാധാനവും വിടരുന്നു. ആധ്യാത്മികത്തിൻ്റെ ലക്ഷ്യവും ഹൃദയത്തിൻ്റെ വികാസമാണ്. കാരണം ഹൃദയവികാസം ഉള്ളവർക്കേ വന്നവർക്കേ ഈശ്വരനെ അറിയാൻ കഴിയൂ. യുക്തിക്കും ബുദ്ധിക്കും അപ്പുറമാണ് ആത്മതത്വം. അത് അനുഭവമാണ്. അത് സാക്ഷാത്കരിക്കണമെങ്കിൽ യുക്തിക്കും ഉപരിയായി ഹൃദയം കൂടാതെ പറ്റില്ല. ഹരി ഓം നമഃ ശിവായ.